അപ്പൊ ഈ മാസം പെൻഷൻ ആണ് തുടങ്ങി അതെല്ലാം മുനിസിപ്പാലിറ്റി കൊടുക്കോ പിന്നെ അടുത്ത അവർക്ക് മസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല ഈ പറഞ്ഞ 5000 തിരിച്ചുവിട്ടാൽ മതിയോ? ഇത് മുനിസിപ്പാലിറ്റി ഫണ്ടിൽ അടുത്തതിന് ഫണ്ട് കാണണം. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജനകീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനുള്ള കാലതാമസം കൗൺസിലിൽ ചർച്ചയായി. ഇതിനു പിന്നാലെ വീട് റിപ്പയർ ധനസഹായം വർദ്ധിപ്പിക്കുന്നതും നഗരസഭയുടെ ആസ്തി വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ പരിഗണിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ജനകീയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യവും പെൻഷൻ ലഭിക്കുന്നതിലെ കാലതാമസവും കൌൺസിലർ യോഗത്തിൽ ഉന്നയിച്ചു. പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന അർഹരായ ഗുണഭോക്താക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. ഈ മാസം പെൻഷൻ ആണ് തുടങ്ങി അതെല്ലാം മുനിസിപ്പാലിറ്റി കൊടുക്കോ പിന്നെ അടുത്ത അവർക്ക് മസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല ഈ പറഞ്ഞ അത് സൈറ്റിന്റെ പ്രശ്നമാണ്. അതെന്താണ് 4-5 ആൾക്കാർ വിളിച്ച് വന്ന് സംസാരിക്കണ്ടേ? ഈ വരുമാന സഭയിൽ നമ്മളാണ് ഇവിടെ കൊടുത്തത്. അല്ലെങ്കിൽ നേരിട്ട് വാങ്ങാനേ പ്രശ്നം വേണ്ട. ഇത് വളരെ നമ്മളിവിടെ ശ്രമിക്കില്ലതാണ്. ഇനി അവർ നഷ്ടപ്പെട്ട പെൻഷൻ കിട്ടോ? വീട് റിപ്പയർ ധനസഹായവുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയായി. ഒരു കുടുംബത്തിന് 25,000 രൂപ നൽകണമെന്ന നിർദ്ദേശമാണ് ആദ്യം പരിഗണിച്ചത്. എന്നാൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ ഉൾപ്പെടെയുള്ളവർ ഈ തുക 50,000 രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് ഭരണപക്ഷത്തിലെ ചില കൌൺസിലർമാർ എതിർപ്പ് രേഖപ്പെടുത്തി. വാർഡുകൾ തമ്മിൽ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ പരാതികൾ ഉയരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അവരുടെ നിലപാട്. ഒടുവിൽ ചർച്ചകൾക്ക് ശേഷം വീട് റിപ്പയർ ധനസഹായം ഒരു കുടുംബത്തിന് 50,000 രൂപയാക്കി നിശ്ചയിക്കാൻ കൌൺസിൽ തീരുമാനമെടുത്തു. 5 വർഷം നമുക്ക് കൊടുക്കാൻ ഈ വർഷം 4 കൊടുത്താൽ അടുത്ത ഉടനെ എന്താ ചെയ്യാം? അടുത്ത അവിടുന്ന് അപേക്ഷ ഉണ്ടാവില്ല. അപ്പം നമ്മൾ മുൻകൂട്ടി 5 വർഷത്തെ അത് കണ്ടിട്ട് വേണം കാര്യങ്ങൾ നോക്കണമെങ്കിൽ. എല്ലാ വാർഡിലും ഇപ്പം എൻ്റെ വാർഡിൽ 10-20 അപേക്ഷ ഉണ്ട്. 5000 കൊടുത്ത് തിരിച്ചുവിട്ടാൽ മതിയോ? ഇത് മുനിസിപ്പാലിറ്റി ഫണ്ടിൽ അടുത്തതിന് ഫണ്ട് കാണണം. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ബാക്കി ഫണ്ടൊക്കെ കുറച്ച് പിടിച്ചിട്ട് ഇതിന് പാവങ്ങൾക്ക് ഇതിന് കൊടുക്കണം. എൻ്റെ വീട്ടിലെ 2 വാർഡിലെ 2 വീട്ടിലത് ഞങ്ങൾ വരിക കാണിച്ചു തരാം. 2 വയസ്സായ ആൾക്കാരാണ്. ബാത്റൂമിൽ ഇരിക്കണമെങ്കിൽ ആരെങ്കിലും കയ്യുമ കൊടുക്കണം. 10 പൈസ ഈ പെൻഷൻ പൈസയും ഈ ഒരു ആശ്രയിക്കും അല്ലാതെ വേറെ ഒരു വരുമാനമല്ല. ഇവർക്ക് നിങ്ങൾ 25,000 കൊടുത്ത ബാക്കി നമ്മൾ തിരിച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വരും. കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള വാർഡുകളിൽ നമ്പറുകൾ കൂടുതലായതുകൊണ്ട് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് വെച്ചത്. അങ്ങനെ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല. അത് ഞങ്ങളുടെ തീരുമാനത്തെ ഈ കൗൺസിലർമാർ അംഗീകരിക്കുകയും ചെയ്യും. ആ ആത്മവിശ്വാസമുണ്ട്. ആ രീതിയിലേക്ക് കാണണം. നമ്മളൊരു പൊതുവായ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കൈകാര്യം ചെയ്തോത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് 50,000 തീരുമാനിച്ചു
അതേപോലെ തന്നെ മൻസൂർ പറഞ്ഞ പോലെ 14 ആളുകളുടെ ലിസ്റ്റ് പൂർണ്ണമാവണമെങ്കിൽ 7 കൊല്ലം സമയമാണ്. യോഗത്തിൽ 2 അജണ്ടകളാണ് പരിഗണനയ്ക്ക് വെച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വയ്ക്കുകയും 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക അംഗീകാരത്തിനായി അവതരിപ്പിക്കുകയും ചെയ്തു. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ചയിൽ നഗരസഭയുടെ മുഴുവൻ ആസ്തി വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ കെട്ടിടങ്ങൾ, റോഡുകൾ, ബസ് സ്റ്റാൻഡ്, മറ്റ് പൊതുസൗകര്യങ്ങൾ, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തികളുടെയും കൃത്യമായ കണക്കെടുപ്പ് നടത്തി രേഖകൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ കൗൺസില് അത് ഭരണോ പ്രതിപക്ഷമൊന്നുമല്ല, നമ്മുടെ സമ്പത്ത് അതിൻ്റെതായ ഒരു രജിസ്റ്റർ നമുക്ക് വേണ്ടേ? നമ്മുടേതായ സമ്പത്തിന്റെ ഒരു രജിസ്റ്റർ നമുക്ക് വേണം. റോഡുകളുടെയും ബിൽഡിങ്ങിന്റെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകിട്ടിയ സാധനങ്ങളുടെ എല്ലാം ഉദ്ദേശിച്ചത്. വിട്ടുകിട്ടിയ സാധനങ്ങൾ പറയേണ്ട അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ പിന്നെ നമ്മുടെ സ്കൂളുകൾ, അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള നമുക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള നമ്മുടെ അധികാരത്തിനുള്ളിൽ നിൽക്കുന്ന സാധനങ്ങളുടെ ആസ്തികളുടെ നമ്മുടെ റോഡുകൾ, നമ്മുടെ ബിൽഡിങ്, അതുപോലെ നമ്മുടെ ട്രാഫിക് സ്റ്റാൻഡ്, നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ഹൈക്കോടതി കോംപ്ലക്സ്, നമ്മുടെ മനുഷ്യാന്റെ നമ്മുടെ ഓഫീസ്, അതിനകത്തുള്ള ഫർണിച്ചറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ നമ്മുടെ പ്ലാന്റിനകത്തുള്ള ഇപ്പോൾ സ്ക്രാപ്പ് കൊണ്ടുപോയി അങ്ങനെ പോകുന്ന അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലേ നമുക്കതിനകത്ത് നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ എന്താവുമെന്ന് നമുക്കറിയില്ല. 4 കോടി രൂപയുടെ ചെക്ക് മടങ്ങിയ സംഭവവും കൌൺസിലിൽ ചർച്ചയായി. ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ചെക്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം സാഹചര്യമുണ്ടായതെന്ന് സെക്രട്ടറി ലാൽകുമാർ വിശദീകരിച്ചു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പെൻഷൻ വിഷയങ്ങൾ മുതൽ ഭവന സഹായം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താണ് പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗം സമാപിച്ചത്. നഗരസഭയുടെ സാമ്പത്തികവും ആസ്തി സംബന്ധവുമായ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ വ്യക്തമാക്കി. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.